എല്ലാവർക്കും നമസ്കാരം. ദോശയുടെ കൂടെ ചമ്മന്തി സാമ്പാറൊക്കെ കൂട്ടി മടുത്തോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മുളക് പൊട്ടിച്ചെടുക്കാം. അതിന് ഞങ്ങൾക്കിവിടെ ബൊട്സ്വാനയിൽ ചെറിയ ഉള്ളിയൊന്നും കിട്ടില്ല. അത് കാരണം നമ്മൾ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കളറുള്ള സവോളയാണ് കൂടുതലും. ചില സമയത്ത് നമുക്ക് റെഡ് കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ വെള്ള സവോളയാണ്. അത് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാവുന്ന രീതിയിലൊന്ന് മുറിച്ചെടുക്കുക. അത് ചോപ്പറെ വെച്ച് വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ടോ കട്ടിംഗ് ബോർഡിലോ വെച്ച് ചെയ്യാം. ഇത് മിക്സിയിലിട്ട് അരയ്ക്കുന്നതുകൊണ്ട് ഷേപ്പ് ഒന്നും പ്രശ്നമല്ല. നമുക്ക് അരച്ചെടുക്കാവുന്ന പോലെ ആ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചമ്മന്തി അരയ്ക്കുന്ന മിക്സിയുടെ ചെറിയ ജാറില്ലേ, ആ ചെറിയ ജാറിനകത്തോട്ട് തന്നെ ഇതിടുക. എന്നിട്ട് ഒരു കറക്ക് നമ്മൾ ആ പൊടിച്ചെടുക്കുന്ന ഇതിൽ ഒന്നടിച്ചാൽ മതിയല്ലേ, ഒന്നുകൂടെ ഒന്ന് അരച്ചോണം. കാര്യം ഇത് നമുക്കൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ പച്ച മണമൊക്കെ പോയിട്ട് ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ആവേണ്ട, പച്ച നിറം കുറച്ച് മാറി ഒന്നുകൂടെ ഒന്ന് വഴറ്റുന്ന അത് വരെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി. കണ്ടോ? എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഇഷ്ടമുണ്ട്. ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ കുഴപ്പമില്ല, കാരണം നമ്മളല്ലെങ്കിൽ പിന്നെ ഇത് ചാലിച്ചെടുക്കാനായിട്ട് എണ്ണ ഒഴിക്കണ്ടേ. അത് കാരണം കുറച്ച് എണ്ണ ഒഴിക്കാം. ചീനിച്ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ മൂക്കാൻ പാടാണ്. അപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഒരു ശകലം നേരം നമുക്കറിയാമല്ലോ, ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതാകുമ്പം കളർപ്പില്ലാന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള മാത്രമേ അരച്ചിട്ടുള്ളൂ, മറ്റൊന്നും അരച്ചിട്ടില്ല. സവോള, മുളക് പൊടി, ഉപ്പ്, വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും ചേർക്കാം. നമ്മളിപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് ഉള്ളി ഇട്ടിരിക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരണം. നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട, ആ പച്ചമണം പോകണമല്ലോ. നമ്മുടെ വായ്ക്കകത്തൊക്കെ ഒരു ഉള്ളിയുടെ സ്വാദ് വരത്തില്ലേ. കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഞാൻ ഹിമാലയൻ സോൾട്ടാണ് ചേർക്കുന്നത്. ഇതൊന്ന് തടി കൊണ്ട് ഇളക്കുമ്പം ഈ ചീനിച്ചട്ടി പാട് വരാതിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അടുക്കി പിടിക്കും. അത് ഞാൻ ഈ തടി കൊണ്ടുള്ള തവിയാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പം സ്റ്റീൽ ഉപയോഗിക്കും. നമ്മൾ സൂക്ഷിക്കണം, കാര്യം ഇതിന് പാടൊക്കെ വന്ന് പോറിക്കഴിഞ്ഞാൽ പിന്നെ അത്ര സുഖമായിരിക്കില്ല, യൂസർ ഫ്രണ്ട്ലി ആവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇത് ഇളക്കണം. ആ പച്ചമണമൊക്കെ മാറണം. ചില നേരം എടുക്കും. ബ്രൗൺ ആവുകയും ചെയ്യണ്ട കേട്ടോ. ബ്രൗൺ ആയാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ വരും. വേറെ അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ല. മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് മുളക് പൊടി, ഉപ്പും. വിനാഗിരി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. എനിക്ക് വിനാഗിരി ചേർക്കാൻ താല്പര്യമില്ല. വിനാഗിരി, ഈസ്റ്റ്, ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളധികം കഴിക്കാറില്ല. വയറിനൊന്നും അത്ര സുഖമില്ലാത്ത കാരണം, അത്ര നല്ലതല്ല എന്ന് എല്ലാവരും പറയുന്നതാണ്. നമ്മൾ കഴിവതും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ തേങ്ങാ ചമ്മന്തിയും സാമ്പാറും കൂട്ടുമ്പോൾ കുറച്ചങ്ങ് മടുക്കൂലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ. വൈകുന്നേരം കുറച്ച് ഗോതമ്പ് ദോശയും 2 ഗോതമ്പ് ദോശയും മുളകും എന്തെങ്കിലും തോരനുമാണ് നമ്മൾ സാധാരണ, എന്നുമല്ല എങ്കിലും വല്ലപ്പോഴും കഴിക്കുന്നത്. ഇതുണ്ടാവും, ഗോതമ്പ് പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഉള്ളി വഴറ്റിയതും കൂടെ ആകുമ്പോൾ നല്ല സ്വാദാണ്. ഉള്ളി ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ, അധികം ഉപ്പ് വേണ്ട. വേണമെങ്കിൽ നമുക്ക് തക്കാളിയും ചേർക്കാം. തക്കാളി കുറച്ച് അരച്ചില്ലയിലും വഴറ്റി വരുന്ന സമയത്ത് തക്കാളി ഇട്ടാൽ നല്ലതാണ്. ഒരു ചെറിയ പുളിപ്പ് കിട്ടും. ചിലപ്പോൾ നമ്മൾ തക്കാളിയും സവോളയും ഒന്ന് വഴറ്റിയിട്ട് അരച്ചെടുക്കാറുണ്ട്. അപ്പോൾ ചമ്മന്തി പോലെ അരക്കാം. അത് മറ്റൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാം. ഇതിപ്പം ചുമ്മാ മുളക് പൊട്ടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഉള്ളിയും മുളകും കൂടെ നമ്മൾ പൊട്ടിക്കാറില്ലേ. അപ്പോൾ ഇത് എളുപ്പത്തിനൊരു പണി. അപ്പം ഇത് കണ്ടോ, ഈ ആ ഉള്ളിയുടെ വെള്ളമൊക്കെ വറ്റി ആ വെള്ളം നിറം മാറിയിട്ട് ഒരു ചെറിയ മൂക്കുന്ന ഒരു ഇതിലോട്ട് വരുന്നുണ്ട്. അധികം മൂക്കണ്ട. നമ്മുടെ ഉള്ളി നന്നായി വഴറ്റി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടുവാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ അധികം എരിവില്ല. നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ ആവശ്യം പോലെ ഇടുക. ഉപ്പും എരിവും എണ്ണയും ഒക്കെ നമ്മുടെ ആവശ്യം പോലെ ഇടുക.
എൻ്റെ ഹസ്ബൻഡിന് അധികം എരിവ് ഇഷ്ടമില്ല, അത് കാരണമാണ് ഞാൻ കുറച്ച് മുളക് പൊടി നിർത്തുന്നത്. ഇതിനകത്തോട്ട് ഇനി കുറച്ചുകൂടെ എണ്ണ വേണേൽ ഒഴിക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമുക്കധികം എണ്ണ വേണ്ട, ഇപ്പോൾ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അധികം എണ്ണ വേണ്ട എന്നോർത്തിട്ടാണ്. ചക്കല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം അതിനർത്ഥം മുളക് പൊടി മൂത്തു എന്നുള്ളതാണ്. അപ്പോൾ പാകമായി, അതേ ഉള്ളൂ. എളുപ്പപ്പണിയാണ്. ചൂട് ദോശയുടെ കൂടെ നമ്മുടെ തവിയിലൊക്കെ കുറച്ച് പച്ചയിരിപ്പുണ്ട്. എളുപ്പപ്പണി. അപ്പോൾ ശരി.